കുറവലങ്ങാട്ടെ വലിയതോടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബൈപ്പാസിന് പേരിൽ നടത്തരുതെന്ന ആക്ഷേപം ശക്തമായതിനു പിന്നാലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം മറികടന്നതായി ആക്ഷേപങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കുറവലങ്ങാട് വലിയതോടിനെ ബാധിക്കുന്ന രീതിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയതോട് പ്രദേശത്ത് നടത്തരുതെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ യോഗം നടന്ന രണ്ടാം ദിവസം വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയോട് പ്രദേശത്ത് വലിയതോട് കയ്യേറി തന്നെ നടത്തുന്നതായി ആക്ഷേപം ശക്തമായി ഉയരുകയും ഗ്രാമപഞ്ചായത്ത് അംഗം ഈ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെയാണ് വലിയതോട് ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന പ്രചരണം വ്യാപകമായത്. വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു. ഭരണപക്ഷ അംഗമായ സിബി സെബാസ്റ്റ്യൻ, രമ രാജു, രമേശൻ, പ്രതിപക്ഷ അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജോജി സി എബ്രാഹിം എന്നിവരാണ് സ്ഥലത്തെത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന കരാറുകാരനുമായും തൊഴിലാളികളുമായും പഞ്ചായത്ത് അംഗങ്ങൾ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ എത്തിയ രണ്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരവും അവർ അളന്നു കാണിച്ചത് അനുസരിച്ചുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഇവർ കരാറുകാരിൽ നിന്ന് മനസ്സിലാക്കിയതായി പറയുന്നുണ്ട്. എന്നാൽ സർവകക്ഷി തീരുമാനപ്രകാരം വലിയതോട് പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപസമിതിയുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശം എത്തുന്നതുവരെ നടത്തേണ്ടതിനുള്ള തീരുമാനം മറികടന്ന് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാട് പഞ്ചായത്ത് അംഗങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് തൊഴിലാളികൾ മടങ്ങുകയായിരുന്നു. സർവകക്ഷി യോഗത്തിന്റെയും RDOയുടെയും നിർദ്ദേശങ്ങൾ മറികടന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി കാണിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണകക്ഷി അംഗം കൂടിയായ സിബി സെബാസ്റ്റ്യൻ ജില്ലാ കളക്ടർക്ക് ഇതിനിടെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായും അറിയുന്നുണ്ട്. സർവകക്ഷി യോഗത്തിന്റെയും അധികൃതരുടെയും നിർദ്ദേശങ്ങൾ മറികടന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ആരോ വന്ന് രണ്ടോ മൂന്നോ പഞ്ചായത്ത് മെമ്പർമാർ വന്ന് ഇവിടെ കുറ്റിവെച്ച് കൊടുത്തുന്നോ അടയാളപ്പെടുത്തി കൊടുത്തുന്നോ കയർ കെട്ടി കൊടുത്തുന്നൊക്കെ പറയണ കേട്ടു. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച കാര്യം MLAയുടെ സാന്നിധ്യത്തിൽ കൂടിയ സർവകക്ഷി യോഗത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായി അങ്ങനെ ഏതാനും ആൾക്കാരെ ഒന്ന് കുറ്റിവെക്കാനോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കാനുള്ള സാഹചര്യമില്ല. ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ കാര്യമാണ്. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാവരും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ട സാഹചര്യത്തിന് ഇതിപ്പം വന്ന് വരുന്ന ഇത് തോന്നിവാസമല്ലേ കാണിക്കുന്നത്? അത് ശരിയല്ല. ഇത് ഏതായാലും കക്ഷികളുടെ ചില വ്യക്തി താല്പര്യത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ കക്ഷികൾ മാത്രം ചെയ്യുന്നൊരു പരിപാടി. അതിനെ യോജിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിനെതിരെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. അല്ല, ഞങ്ങൾ ഇവിടെ വരാനുള്ള സാഹചര്യം ഇവിടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരുടെ ഫോൺ കോളുകൾ വന്നു ഇവിടെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനത്തിന് വിരുദ്ധമായിട്ടൊരു നടപടിയാണെന്നുള്ള രീതിയിൽ വന്ന് നോക്കി. അപ്പോൾ അവർ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പൊളിച്ചു നീക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ നേട്ടത്തിൽ അത് ഇപ്പറ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു പണിയുന്നത്. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരായ ഞങ്ങൾ 3 പേരുണ്ട്. അന്നേരം തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു പ്രശ്നം ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് വഴിയായിട്ട് പോകണമെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇനിയൊരു വിഷയം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം അത് നിർത്തിവെച്ചിട്ട് ഓൾ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തിങ്കളാഴ്ചത്തെ അളവും കൂടെ കഴിഞ്ഞിട്ട് മറ്റ് തീരുമാനത്തിലേക്ക് കടക്കുക. അതുവരെ നിർത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറി.